ഡോക്ടർക്കെതിരായ ആക്രമണത്തെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ OP ബഹിഷ്കരണം നടക്കുകയാണ്. ഡോക്ടേഴ്സ് ഇല്ലാത്തതിനാൽ രോഗികൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പല ആശുപത്രികളിലും കാണുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് വന്ന ചില പ്രതികരണം. കണ്ണ് കാണിക്കാൻ വേണ്ടി വന്നാണ്. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ അറിയുന്നുള്ളൂ. ഞങ്ങൾ പരിഷ്കരിച്ചു ഇപ്പോൾ ജോലിക്ക് പോവുക. പ്രത്യേകം അങ്ങനത്തെ ഒരു ഇതില്ലാതെ ഇൻഫർമേഷൻ കിട്ടാതെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ നേരത്തെ 8 മണിക്ക് മുന്നേ ഡ്രസ്സൊക്കെ മാറ്റി വന്നതാണ്. പിന്നെ ഈ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ എത്രയോ ആളുകൾ പുറമേ നിന്ന് ബസ്സിൽ വന്ന ഐറ്റങ്ങളുണ്ടാവും. അവർ ഇതേമാതിരി മടങ്ങി പോകേണ്ടി വരും. OPയിൽ ടിക്കറ്റ് എടുക്കാൻ വന്നായിരുന്നു. കണ്ണ് കാണിക്കേണ്ടി ടെസ്റ്റ് ഇന്നായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് പോയതാണ്. ഇന്ന് വ്യാഴാഴ്ച വരാൻ പറഞ്ഞാണ്. പക്ഷെ അവിടെ എന്തോ ഒരു ഡോക്ടർമാർക്ക് എന്തോ കത്തിക്കുത്തോ അങ്ങനെ എന്തോ സംഭവിച്ചു. താമരശ്ശേരി സാധാരണക്കാർക്ക് വേണ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റലാണല്ലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന്. അതെല്ലാവർക്കും ബാധിക്കുന്ന അവസ്ഥ. ഇന്ന് ഒരുപാട് രോഗികൾക്ക് ഈ ഡോക്ടേഴ്സ് നടത്തുന്ന സമരം കൊണ്ട് ബുദ്ധിമുട്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. രോഗികൾ ഇതറിയാതെ വരുന്നവരുണ്ട്. വന്നവർക്കും ഡോക്ടേഴ്സിനെ കാണാൻ കഴിയില്ല. YS അഭിനന്ദ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്നും ചേരുകയാണ്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. ശരിക്കും രോഗികൾ ഇതറിയാതെ വരുന്നു, വന്ന രോഗികൾക്ക് കാണാൻ ഡോക്ടേഴ്സ് ഇല്ല എന്ന് വരുന്ന ഈ സമരം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ അധികൃതർ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അഭിനന്ദ്, പറയൂ. ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആശുപത്രികളും ഇത്തരത്തിലേക്ക് OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ ഡോക്ടർമാർ കടന്നിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ശേഷം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈ ജില്ലയിൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രികളിൽ ഒന്നാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി. അവിടെയാണ് ഇത്തരത്തിലേക്ക് ഇപ്പോൾ OP ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടെ എത്തി ഇപ്പോൾ മടങ്ങുന്ന കാഴ്ച കാണുന്നത്. ഇവിടെ ഇപ്പോൾ ബോർഡ് മാത്രമാണ് ഇന്ന് OPകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള ബോർഡാണ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ദിനം പ്രതി നിരവധി ആളുകൾ എത്തുന്ന ഒരു ആശുപത്രി കൂടിയാണ് ഇവിടെ എത്തുന്നത്. ജില്ലയിലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ മടങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇത്തരത്തിലേക്ക് OPകൾ ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. ഇന്നലെ തന്നെ താമരശ്ശേരിയിൽ ഈ വെട്ടേറ്റ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് KGMOയും IMAയും ഒരു പ്രതിഷേധത്തിലേക്ക് പോയിരുന്നു. അവരുടെ ന്യായമായ ആവശ്യങ്ങളാണ്. 2023 കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ്. ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള അപേക്ഷകൾ, നിവേദനങ്ങൾ അടക്കം സമർപ്പിച്ചു. നിയമസഭയിലടക്കം ഈ പ്രമേയം പാസാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലേക്ക് OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് വീണ്ടും പോകുന്നതിൽ അങ്ങേയറ്റം അപലപനീയമാണെന്ന് പറയുന്നു. എന്തായാലും KGMOയുടെ ഒരു പ്രതിഷേധ സംഗമം ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളും ഇത്തരത്തിൽ OP ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. പൂർണ്ണമായിട്ടും പ്രതിഷേധമാണ്. ഇപ്പോൾ എന്തായാലും 2 പേർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ ഇന്ന് OP ഇവിടെ എത്തിയപ്പോഴാണ്, അവർ ഓർത്തോ OPയിൽ കാണിക്കാനാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് OP ഇല്ല എന്നുള്ള വിവരം അറിഞ്ഞത്. ചേട്ടാ, ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്? അതെ, ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് അറിഞ്ഞത്. ഞങ്ങളൊരു ഫറൂഖ് കല്ലമ്പാറയിൽ നിന്ന് വരികയാണ് ഇവിടുന്ന്. അപ്പോൾ ഇത്രയും സമയം ഒരു 10-16 കിലോമീറ്റർ വണ്ടിയിൽ ഓടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന സമയത്താണ് അത് തന്നെയാണ് SK പറയുന്നത്. ഫറോക്കിൽ നിന്നാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ OP ഇല്ല എന്നറിയുകയും പിന്നീട് മടങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ പല ആശുപത്രികളുടെയും സ്ഥിതി ഇങ്ങനെയാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.